അനുമോളുടെ വായിൽ നിന്ന് നല്ല ഒന്നാന്തരം തന്തയ്ക്കുവിളി കേട്ട ഒരു ചേട്ടനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം എഴുതിയിടുക നിങ്ങളുടെ അഭിപ്രായം. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്ന ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പറഞ്ഞു വന്നത്, ബിഗ് ബോസ് സീസൺ 7 വിന്നറായിട്ടുള്ള ഈ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പരിപാടിയിൽ ഉണ്ടായിരുന്ന സീരിയൽ താരമായിട്ടുള്ള അനുമോൾ. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും അറിയാം, അനുമോളുടെ കല്യാണം ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഭർത്താവ് ഭുവൻ, പുള്ളിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, പുള്ളി ഒരു സീരിയൽ നടനാണ്, തമിഴൻ ആണ്. അപ്പോൾ പുള്ളിയുടെ യൂട്യൂബ് ചാനലിലൂടെ പുള്ളിയുടെ വിശേഷങ്ങൾ, കല്യാണം കഴിഞ്ഞതൊക്കെ പങ്കുവെക്കുന്നു. അനുമോളുടെ യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെ കാര്യങ്ങൾ പങ്കുവെക്കുന്നു. അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചേട്ടൻ അനുമോൾ ഇൻസ്റ്റഗ്രാമിലിട്ട ഒരു ഫോട്ടോയിലാണെന്ന് തോന്നുന്നു, പുള്ളി പോയി ഒരു കമൻറ്റ് അങ്ങോട്ട് ഇട്ടു. എന്താണ് ആ കമൻറ്റ്? സോറി, കമൻറ്റേ അല്ല, പുള്ളി ഒരു വീഡിയോ ചെയ്തു. അനുമോളും അനുമോളുടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഉള്ളൊരു ഫോട്ടോ, ഇൻസ്റ്റഗ്രാമിലിട്ടൊരു ഫോട്ടോ പുള്ളി എടുത്തു വെച്ചുകൊണ്ട് പുള്ളി റീൽസ്, പുള്ളിയുടെ ഒരു പേഴ്സ്പെക്റ്റീവ്, ആ ഫോട്ടോയിൽ പുള്ളി കണ്ട ഒരു തെറ്റ്, പുള്ളിയുടെ കണ്ണിലൂടെ പുള്ളി നോക്കിയപ്പോൾ കണ്ടൊരു തെറ്റ്, എൻ്റെ കണ്ണിലൂടെ എനിക്ക് അതിനകത്തൊരു തെറ്റും കാണാൻ പറ്റിയില്ല. പുള്ളി ഒരു സാധനം പറഞ്ഞു, അതിൻ്റെ അടിയിൽ ചെന്ന് അനുമോൾ ഒരു കമൻറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു, നല്ല ഒന്നാന്തരം കമൻറ്റ്. അവിടുന്നാണ് കളിയുടെ തുടക്കം. അപ്പം നമുക്കും അവിടുന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. ആദ്യമേ ആ ചേട്ടൻ ആ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് ഒരു കാര്യവും ഇല്ലാതെ സംസാരിക്കുന്ന ഒരു സാധനമുണ്ട്. അല്ല, അത് കാണിക്കുന്നതിന് മുന്നേ എൻ്റെ പൊന്നു മോനെ നിന്നോടൊരു കാര്യം, സ്ത്രീകൾക്ക് ഇവിടെ എല്ലാം വേണം, ഓക്കെ, എല്ലാം വേണം, മുൻധാരയിൽ സ്ത്രീകൾ ഉണ്ടാവണം. പക്ഷെ ഒരുപാട് തലയെ കയറ്റി വെച്ച് അങ്ങോട്ട് ഉദ്ധരിക്കാൻ നടന്നാൽ, മനസ്സിലായോ, നാളെ ഈ ലോകത്താണുങ്ങൾ ഇല്ലാതായി പോകും. ആ ഒരു അവസ്ഥ എത്തും. എല്ലാ സ്ത്രീകളെയും ഒന്നും ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല, പക്ഷെ ചില ഐറ്റങ്ങളുണ്ട്. മനസ്സിലായോ? കിട്ടിക്കാണല്ലോ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഈ സ്വാതന്ത്ര്യം കൂടുതലായാൽ, എന്തും സ്വാതന്ത്ര്യവും എന്നല്ല, എന്തൊരു അധികമായാൽ അമൃതും വിഷം ആണല്ലോ. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, ഈ നാട്ടിലുള്ള മുൻഗണന, ഇതൊക്കെ അധികമായാൽ പലവളുമാരും ഇവിടെ കിടന്ന് താണ്ഡവമാടും. അതൊക്കെ കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കേണ്ട വരും. അതുകൊണ്ട് ഉദ്ധരിക്കാൻ നടക്കുന്നവന്മാരോടാ, ആയിക്കോ, ഒരു ലിമിറ്റിന് പിടികിട്ടിയോ? നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന ചില ചേട്ടന്മാരുണ്ട് ഇവിടെ, അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ വീഡിയോയിൽ, ഇവൻ്റെ ഈ വീഡിയോയിൽ ഇവൻ പറയുന്ന ഒരു കാര്യമില്ലാതെ ഇവൻ കണ്ടുപിടിച്ച ഒരു തെറ്റ്, ഇത് കേട്ടോ. അനുമോളുടെ ഈ ഫാമിലി ഫോട്ടോയിൽ അച്ഛൻ കയറി ഇങ്ങനെ നടുക്ക് കാലും വെച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. ഒരു പിതൃമേധാവിത്വത്തിന്റെ അടയാളമായിട്ടല്ലേ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ട്. ഒരു ഫാമിലി ഫംഗ്ഷൻ നടക്കുമ്പം സാധാരണ എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് എടുക്കാറുള്ളത്. പിന്നെ അനുമോളെ പോലുള്ളവർക്കൊന്നും അറിയത്തില്ലല്ലോ പാട്രിയാർക്കി എന്താണ്, അത് സമൂഹത്തിന് കേടാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുമോൾക്ക് അറിയത്തില്ല. അനുമോൾക്ക് കുറച്ച് കരഞ്ഞു മെഴുകി എങ്ങനെയും കുറച്ച് ഫെയിം ഉണ്ടാക്കുക, കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള കാര്യമുള്ളൂ. അപ്പം വിവരമില്ലാത്ത ആൾക്കാരാണ്, ബുദ്ധിമോശമാണ്. അപ്പം ജസ്റ്റ് വിട്ടേക്കാന്ന്. ചേട്ടാ, ആദ്യം ഒരു കാര്യം, കാലുമ്മേ കാല് കയറ്റി വെച്ചിരിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ കാലുമ്മേ കാല് കയറ്റി വെച്ച് എന്തെങ്കിലും പൊക്കി നിന്നെ കാണിക്കുന്നൊന്നും ഇല്ലല്ലോ. പിന്നെ അടുത്തത് പാട്രിയാർക്കി. നിന്നെ പോലുള്ളവന്മാർക്ക് പാട്രിയാർക്കിയെ പറ്റി ഒരുപാട് അറിവുള്ളത് കൊണ്ടാണ് ഈ നാട്ടിൽ മനസ്സിലായോ, സ്ത്രീകൾക്ക് മുൻഗണന എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാനുള്ളൊരു അവകാശം ഉണ്ടായി തുടങ്ങിയത്. അങ്ങനെ തന്നെ ഞാൻ പറയും, ദുരുപയോഗം ചെയ്യാനുള്ള അവകാശം. അത് നിന്നെ പോലുള്ള പാട്രിയാർക്കിയെ പറ്റി ഒരുപാട് അറിയുന്നവന്മാർ കിടന്ന് പുലമ്പിയത് കൊണ്ടാണ് ഇപ്പം ഈ കാട്ടായൊക്കെ ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ നീ പാട്രിയാർക്കി കളിക്കാൻ ഇറങ്ങരുത്, പഠിപ്പിക്കാൻ ഇറങ്ങരുത്. ഓക്കെ, അത് ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിക്കോ, നീ പോട്ടെ, നീ ഇറങ്ങണ്ട വാവേ, നീ ഇറങ്ങേ. പക്ഷെ അതിന് മുമ്പ് നിന്നൊരൊറ്റ ചോദ്യം, എടാ, കാലിൻ്റെ മേൽ കാല് കയറ്റി വെച്ച് ആ മനുഷ്യൻ അവിടെ ആ ഫോട്ടോയിൽ ആ ഒരു എടാ, എന്താടാ നിന്റെ കുഴപ്പം? കടിയാണോ? എടാ, പുള്ളിയുടെ അച്ഛനോ അമ്മയോ, എനിക്കറിയത്തില്ല അനുമോളുടെ അപ്പൂപ്പനോ അമ്മുമ്മയോ ഒക്കെ ഉണ്ടോ, നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. ചിലപ്പോൾ അവരാരെങ്കിലും ആ ഒരു ഫോട്ടോയിൽ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ, മനസ്സിലായോ, ചിലപ്പോൾ ആ അച്ഛൻ അനുമോളുടെ അപ്പുറയോ ഇപ്പുറയോ നിന്നേനെ. എന്നിട്ട് അപ്പൂപ്പനോ അമ്മുമ്മയോ ആരോ, ആ വ്യക്തിയുടെ അച്ഛനോ അമ്മയോ ആരാണോ ജീവിച്ചിരിക്കുന്നത് അവരെ ചിലപ്പോൾ അവിടെ ഇരുത്തിയേനെ. അതായിരിക്കും ചെയ്യുക, മനസ്സിലായോ.
ഇപ്പോൾ ആ കുടുംബത്തിലെ ഏറ്റവും തലമൂത്ത പ്രായമുള്ള ഒരു വ്യക്തി അനുമോളുടെ അച്ഛൻ. അതുകൊണ്ട് ആ വ്യക്തി അവിടെ ഇരുത്തി ബാക്കി എല്ലാവരും പുറകിൽ നിന്ന് ഫോട്ടോ എടുത്തു. ഇതൊരു പുതിയ കാര്യമൊന്നും അല്ലടാ, ഇതൊരു പുതിയ കാര്യമൊന്നും അല്ല, പണ്ട് തൊട്ടേ ഉള്ള കാര്യമാണ്. പണ്ട് തൊട്ടുള്ള കാര്യങ്ങൾ മാറ്റങ്ങൾ വേണം, വേണ്ടെന്നല്ല, മാറ്റുകങ്ങൾ വേണം, മാറ്റുവിൻ ചട്ടുകങ്ങളെ എന്നാണല്ലോ. നീയൊക്കെ ചട്ടുക എടുത്ത് മാറ്റിക്കോ. പക്ഷേ ചില കാര്യങ്ങൾ അത് പഴയതുപോലെ തന്നെ വേണം. പിടികിട്ടിയോ? ഈ എല്ലാം അങ്ങോട്ട് ഉണ്ടാക്കി മാറ്റുന്നതുകൊണ്ടാണ് ഈ നാട്ടിൽ ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചിലതൊക്കെ പഴയ കാലത്തുള്ളതുപോലെ തന്നെ വേണോടാ മോനെ, വേണം. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് വെച്ചിട്ട് ചില കാര്യങ്ങൾ, ഓണം എല്ലാ വർഷവും നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ, പുരോഗമനമായി, അതുകൊണ്ട് കാലഘട്ടം മാറി ഓണം സെലിബ്രേറ്റ് ചെയ്യണ്ടെന്ന് നീ വന്ന് പറയുമോ? അടിച്ച് കവാലം പോയിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഉള്ളടാ ഇത്. ഇതൊക്കെ ഒരു കുടുംബത്തിൽ നടക്കുന്ന, പിടികിട്ടിയോ? അത് നടന്നോട്ടെ, ഒരു ഫോട്ടോ അല്ലേ. നിനക്കെന്താ ഇത്ര കടി എന്തായിരുന്നു നിനക്ക് അതിനകത്ത്? എന്തായാലും ഇവൻ്റെ ഈ കടിക്ക് അനുമോളൊരു മറുപടി കൊടുത്തു, നല്ല ഒന്നാന്തരം ഒരു മറുപടി. വേറൊന്നുമല്ല, എൻ്റെ അച്ഛനല്ല ഇരിക്കുന്നത്, നിന്റെ അച്ഛനൊന്നും അല്ലല്ലോ കയറി ഇരിക്കുന്നത്, മാന്യമായിട്ട്. എനിക്ക് അതിനകത്തൊരു തെറ്റും തോന്നുന്നില്ല. അനുമോളാ ചോദിച്ചതിനകത്ത് ചില ആളുകൾ പറയും അവൾക്ക് അഹങ്കാരം, അച്ഛനെ വിളിച്ചു. വിളിക്കേണ്ട കാര്യം ഉണ്ടടേ, ഇല്ലേ? എനിക്കങ്ങനെ തോന്നിയോ? ഞാനാണെങ്കിൽ അവൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനും വിളിച്ചേനെ. എന്ത് കാര്യത്തിന്? ഒരു ഫോട്ടോ, അതിൽ അവളുടെ അച്ഛനെ നടുക്കിരുത്തി. അതിനിപ്പോൾ എന്താ തെറ്റ്? അതിൽ പുരുഷ മേധാവിത്വമാണ് അവിടെ. സ്ത്രീകളെ പിടിച്ചു നടുക്ക് അവൻ്റെ കാൽ ഇരുത്തിയില്ല. ഇങ്ങനെ എല്ലായിടത്തും എടുത്ത് തല വെച്ച് നടക്കുന്നോണ്ടാ മോനെ ഇവിടെ എല്ലാ സ്ത്രീകളും അല്ലേ, ചില സ്ത്രീകൾ വഴിവഴച്ച് പോകുന്നത്. അങ്ങനെ തന്നെ ഞാൻ പറയും. പിടികിട്ടിയോ? എല്ലാ സ്ത്രീകളും അല്ല, അത്യാവശ്യം നല്ല ബോധവും വിവരമുള്ള ഒരുപാട് സ്ത്രീകളുള്ള നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. പിടികിട്ടിയോ? പക്ഷേ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനം കിട്ടിക്കഴിയുമ്പോൾ ചില ആളുകൾക്ക് മത്ത് പിടിച്ച് മറ്റേ ഭ്രാന്തായി പോകും. അങ്ങനെയുള്ളവർ കാണിച്ചു കൂട്ടി ഒരുപാട് തെമ്മാടിത്തരങ്ങളുണ്ട്, ഒരുപാട്. അത് ഈ ആവശ്യത്തിന് അധികമുള്ളൊരു എന്താണ് ഈ ചിലവളുമാരുടെ അല്ലെങ്കിൽ ചില അവന്മാരുടെ, കണ്ടല്ലോ ഇവനെപ്പോലുള്ളവന്മാരുടെ ഈ തലലെടുപ്പ് വെച്ച് അതുകൊണ്ട് മാത്രമാണ്. ഇതിപ്പോൾ എന്തിനാ ഇപ്പം ഈ ഒരു സാധനം ഇവൻ സംസാരിച്ചത് എന്തിനാ? ആണിൻ്റെ മറ്റേ എന്തോ തേങ്ങാക്കൊലയാണെന്ന്. ഒരു കുടുംബത്തിൽ ഒരു ഫോട്ടോയിൽ ആ ചേട്ടൻ കയറി നടുക്കിരുന്നിട്ട് മറ്റേ കാലം വെച്ചിരുന്നതാണ് അവന് പ്രശ്നം. ഇവന്മാരെ ഞാനിതെടുത്ത് സംസാരിക്കാൻ കാരണം എന്താണെന്ന് ഈ ഒരു ടോപ്പിക്ക്, ഇവന്മാരെ പോലുള്ളവന്മാരാണ് സത്യം പറഞ്ഞ നാടിൻ്റെ ശാപം. ആണുങ്ങളുടെ ശാപം, നാടിൻ്റെ ശാപം വിട്, ആണുങ്ങളുടെ ശാപം. സീരിയസ്ലി എടോ, നമുക്കും ആഗ്രഹമുണ്ട് സ്ത്രീകൾക്ക് എല്ലാവർക്കും നല്ല മുൻഗണന കിട്ടിക്കോട്ടെ, നമ്മളെക്കാട്ടിലും കുറച്ച് കൂടുതൽ എല്ലാ കാര്യത്തിലും അവർ മുന്നിൽ നിന്നോട്ടെ എന്ന് വെച്ച് നമ്മൾ എന്തു ചെയ്താലും അത് ആണിൻ്റെ മറ്റേ കൂടിയത് കൊണ്ടാണെന്നുള്ള ഇതുപോലുള്ളവന്മാരുടെ വർത്താനം. സാധാരണ മറ്റേ ഈ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ് അവർ ടാഗ് ലൈൻ കൊണ്ടു നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരായിരിക്കും കൂടുതലും പറയുന്നത് ഇവനെപ്പോലുള്ള ഊളകൾ കുറവാണ്. പക്ഷെ ഇപ്പം ഇവന്മാരെ പോലുള്ള ചില ഐറ്റങ്ങളും ഉണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും ഇത് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഇവനും ഇവൻ്റെ ഭാര്യയും കൂടെ ഇരുന്ന് ഒരു വീഡിയോ എനിക്കൊരാൾ അയച്ചു തന്നെ കേട്ടോ. ഞാനിവരെ കണ്ടിട്ടൊന്നുമില്ല, എനിക്കൊന്ന് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവർ രണ്ടുപേരും കൂടെ ഇരുന്ന് കുറച്ച് കഥ പറയുന്നുണ്ട്. നമുക്ക് ആ കഥ ഒന്ന് കേൾക്കണം, എന്നിട്ട് വേണം ബാക്കി സംസാരിക്കാൻ. അതുകൊണ്ട് മാത്രം നമുക്കിത് കണ്ടു തുടങ്ങിയാലോ? വീഡിയോ മുഴുവനായി കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണേ കേട്ടോ. മൊത്തത്തിൽ കണ്ടിട്ട് ഇപ്പോൾ ഒന്നും പറയണ്ട, മൊത്തം കാണും. ഇത് നമുക്കിനി തുടങ്ങാം ഇവൻ്റെ ഒരു അഴിഞ്ഞാട്ടം. ഹലോ എവ്രി വൺ. അപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഹിമാലയൻ ബ്ലണ്ടർ വേഴ്സസ് ഈ ഒരു അനുമോൾ ഇഷ്യൂ, ഈ ഒരു വീഡിയോയോട് കൂടിയെങ്കിലും നമ്മുടെ ക്ലാരിഫിക്കേഷൻ പറച്ചിൽ നിൽക്കും എന്ന് വിചാരിക്കുന്നു. കാരണം ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു 3-4 ഷോർട്സിൽ എന്തൊക്കെയാണോ ഇൻക്ലൂഡ് ആയത് അല്ലെങ്കിൽ എന്തൊക്കെ കമന്റ്സ് ആണോ വന്നത് അതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. അതെ, ഒരുപാട് പേര് കമന്റിലൂടെ ചോദിച്ചായിരുന്നു എന്താണ് പ്രശ്നം, എങ്ങനെയാണ് അനുമോൾ മറുപടി പറയാൻ ഒരു കാരണം ഉണ്ടായതെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ കാരണം കണ്ടുപിടിച്ച് നിങ്ങൾ റീച്ചിന് വേണ്ടി വീഡിയോസ് ചെയ്യല്ലേ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെല്ലാത്തിനും കൂടി ഒരു മറുപടി ആയിട്ടാണ് നിങ്ങൾ വരുന്നത്. സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടിരുന്നു, അനുമോളുടെ വിവാഹ ഫോട്ടോ. അതിനകത്ത് അവളുടെ അച്ഛൻ ഇങ്ങനെ കാലുമേ കാൽ വെച്ച് ഫ്രണ്ടിൽ നടുക്കിരിക്കുന്ന ഒരു ഫോട്ടോ, അതിന്റെ പുറകിലെല്ലാം ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു ഫോട്ടോ കണ്ടപ്പോ തോന്നിയ ഒരു പാട്രിയാർക്കൽ സിമ്പൽ ആണല്ലോ എന്ന് തോന്നിയ ഒരു കാര്യം അത് ഷെയർ ചെയ്യുകയുണ്ടായി. പക്ഷെ അത് ഷെയർ ചെയ്തപ്പോൾ പിന്നീട് സംഭവിച്ചെന്ന് പറഞ്ഞാല്, ഒറ്റ മിനിറ്റ്, നിന്റെ വായിക്കകത്ത് അതിനുശേഷം നാട്ടുകാർ തെറി പറഞ്ഞപ്പോൾ പഴം വല്ലതും കയറിയോ? അല്ല എടുത്ത് വെച്ചിട്ടുണ്ടോ, തിരികെ വെച്ചിട്ടുണ്ടോ?
അല്ല അന്നത് നീ തൊലിക്കുമ്പോൾ നീ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്താ കൂടെ ഒരാളെ പിടിച്ചിരുത്തി മറ്റേ കയ്യിലൊക്കെ കയറി പിടിച്ച്? പേടിയാണോ? എടാ കുട്ട, പേടിയായോ നിനക്ക്? അതുകൊണ്ടാണോ ഓരോ തോന്നിവാസം കാണിച്ചിട്ട് ഇപ്പൊ പിന്നെ ഇരുന്ന് പാട്രിയാട്രിക്കൽ മറ്റേ സാധനം? നാണം അത് ഇച്ചിരി ഉണ്ടെങ്കിൽ മറ്റേ ഒരുപാട് മറ്റേ വിശദീകരണം കൊണ്ട് ഇറങ്ങരുത്, പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ. ഒരു ഫോട്ടോ, ആ ഫോട്ടോയിൽ കാലിൻ്റെ മേൽ കാല് വെച്ചിരിക്കുന്നത് നിനക്ക് നിന്റെ കൂടിരിക്കുന്ന ആൾക്കും അത്ര വലിയ പാട്രിയാട്രിക്കൽ സാധനമായെങ്കിൽ നിന്റെയൊക്കെ കുഴപ്പം. പിടികിട്ടിയോ? നിന്റെയൊക്കെ കുഴപ്പം. നമുക്കാർക്കും അത് തോന്നുന്നില്ല. അതുകൊണ്ടാ ഏറ്റവും കൂടുതൽ വിമർശനം നല്ല തെറിവിളി നിനക്ക് കിട്ടിയത്. പിടികിട്ടിയോ? ഇൻസ്റ്റയുടെ കമന്റ് ബോക്സ് ഫ്ലഡ് ചെയ്യാണ്, നെഗറ്റീവ് കമന്റ്സും ഉണ്ട് കേട്ടോ. അപ്പൊ അത് ആദ്യമായിട്ടല്ല നമുക്ക് നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് അങ്ങനെ ഫ്ലഡ് വരുന്നത്, നമ്മളത് ശ്രദ്ധിച്ചില്ല. അപ്പൊ ഒരുപാട് കമന്റ്സ് വരുന്നു. അപ്പൊ സ്ഥിരം ഇതേ കണക്കത്തെ തോന്നിവാസങ്ങൾ വിളിച്ച് പറയാറുണ്ടല്ലേ? അല്ല, അവര് തന്നെ പറഞ്ഞു, ഇവിടെ നമുക്ക് നെഗറ്റീവ് ഒക്കെ ഇഷ്ടം പോലെ വരും, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ കുറച്ച് പോസിറ്റീവും കാണും. മനസ്സിലായോ? നമ്മൾ പറയുന്നത് കറക്റ്റായിട്ട് ആൾക്കാർക്ക്, ചില ആൾക്കെങ്കിലും മനസ്സിലാവും. അല്ലെങ്കിൽ ഇപ്പം ആർക്കും എല്ലാവരും നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ എൻ്റെ അഭിപ്രായം അത് ഒരുമാതിരി വൃത്തികെട്ട അഭിപ്രായമായി പോയി എന്നൊരു സ്വയം നമുക്കൊരു ബോധം വരും. ഞാൻ പറയുന്നത് എല്ലാം ശരിയാവണമെന്നൊന്നുമില്ല. ഞാൻ സാധാരണ മനുഷ്യനാണ്, നിങ്ങളെപ്പോലെ മറ്റേ പട്രിയട്രിക്കൽ ഒരു ഇവിടെ ഞാനിനി പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ തീർക്കും ഞാൻ. പിടികിട്ടിയോ? എന്ത് ആൾക്കാർ പറഞ്ഞ് മൊത്തം നെഗറ്റീവാ കമന്റ് ബോക്സ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നിന്റെ കൂടിരിക്കുന്ന മറ്റേ മൊണ്ണ ഉണ്ടല്ലോ, അവന്റെ മറ്റേ ഡയലോഗ്, ഒറ്റ ഡയലോഗാ, കാലും കയറ്റി വെച്ചിരിക്കുന്നത് പഴയ മറ്റേ ആട്ടിറ്റത്തിന്റെ എടാ. അവിടെ പുറകിൽ നിൽക്കുന്ന അനുമോളെയും ഭർത്താവിനെ, ആ കൂടെ നിൽക്കുന്ന ആ വ്യക്തിയുടെ ഭാര്യയും, അതായത് ആ ഇരിക്കുന്ന അനുമോളുടെ അച്ഛൻ്റെ ഭാര്യയും അനുമോളുടെ അമ്മയും, അവരെയൊക്കെ പിടിച്ചിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരെയും മറ്റേ കസേറയിൽ ഇരുത്തി ഫോട്ടോ എടുക്കുന്നതാണ് കായിപ്പോവും. ഇതൊരു ഗുമ്മുണ്ട് ആ ഫോട്ടോയ്ക്ക്. പിടികിട്ടിയോ? ഒരു ഗുമ്മുണ്ട്. ഇനിയിപ്പോൾ അതല്ല, ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകളുടെ കല്യാണത്തിന്, ഇപ്പോൾ പയ്യൻ്റെ കല്യാണമോ, പയ്യൻ്റെ അച്ഛനമ്മ ഇവരെല്ലാവരും ഒരു സൈഡിൽ നിൽക്കും, പയ്യൻ വൈഫ്, പിന്നെ ഈ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ അച്ഛനോ, അതായത് ഈ പയ്യൻ്റെ കല്യാണം കഴിച്ച പയ്യൻ്റെയോ അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെയോ അമ്മുമ്മയോ അപ്പൂപ്പനോ ആരെങ്കിലും, ചിലപ്പോൾ അമ്മുമ്മയായിരിക്കും ജീവനോടുള്ളത്, അപ്പോൾ അമ്മുമ്മയെ ഫ്രണ്ടിൽ കസേറയിൽ പിടിച്ചിരുത്തും. ഓഫ്കോഴ്സ് ഇതൊക്കെ നടക്കുന്നതാടാ. ഇതിപ്പം എന്താ നിന്റെ കൂട്ടിരിക്കുന്ന ആളുടെയും ചൊറിച്ചിലിന് കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി കേൾക്കാം. ഒരുപാട് തെറികൾ വരുന്നു, ഒരേപോലത്തെ ഒരുപാട് കമന്റ്സ് വരുന്നു. എന്താണിതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. പല അക്കൗണ്ടുകൾക്കും പേര് പോലും ഇല്ലാത്ത അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ മെസ്സേജസ് വരുന്നത്. അതിനുശേഷം അനുമോൾ വരുന്നു, അനുമോൾ അതിനകത്തൊരു കമന്റ് ഇടുകയുണ്ടായി. അപ്പൊ നമ്മളും അനുമോളും അതിനെ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് എടുത്തത്. കാരണം ഇതിപ്പോ അനുമോളുടെ ലൈഫിനെതിരെയുള്ള വിമർശനമൊന്നും അല്ല, ജസ്റ്റ് ആ ഫോട്ടോയിൽ കണ്ട ഒരു പാട്രിയാർക്കൽ സിംബലിനെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചു അത് കഴിഞ്ഞു അവിടെ എന്ന് വിചാരിച്ചു. പക്ഷെ പിറ്റേ ദിവസം വീണ്ടും അനുമോൾ വെള്ളിയാഴ്ച ആയപ്പോൾ ഒരു മെസ്സേജ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരോടാണ്, അച്ഛനെ ഒന്നും അല്ലെങ്കിൽ അപ്പൂപ്പനെ ഒന്നും കൊണ്ടൊന്നും നടുക്കിരുത്തിയതാ ഇപ്പം അനുമോളുടെ കല്യാണത്തിന് എടുത്ത പോലത്തെ ഫോട്ടോ എടുക്കരുത് കേട്ടോ. കാരണം കാലും കയറ്റി ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ മറ്റേ അവന്റെ മറ്റേ പാട്രിയാട്രിക്കലേക്ക് പോകും. അതുകൊണ്ടാണ് മെസ്സേജ് അയക്കുകയുണ്ടായി. ആ മെസ്സേജിന് ഏതാനും കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇൻസ്റ്റഗ്രാം ഹാക്കായി. അതെ, അപ്പോ സീക്വൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ഒരു ദിവസം വൈകുന്നേരം പോസ്റ്റ് ചെയ്യുന്നു. അതിന് അനുമോൾ അന്ന് വൈകിട്ട് തന്നെ കമന്റ് ചെയ്യുന്നു. രാവിലെ ആയപ്പോൾ അനുമോൾ മെസ്സേജ് ചെയ്യുന്നു. അപ്പം അതായത് അനുമോളും അത് സംഭവം വിട്ടിട്ടില്ല. അനുമോൾ അതിനെ ഫോളോ അപ്പ് ചെയ്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പൊ രാവിലെ ആയപ്പോഴത്തേനും മെസ്സേജ് അയക്കുന്നു. മെസ്സേജിന് ശേഷം ഒരു 3-4 മണിക്കൂറിന് ശേഷം ഞാനൊരു റിപ്ലൈ കൊടുക്കുന്നു. റിപ്ലൈ കൊടുത്ത ഏകദേശം ഒരു 3/4 മണിക്കൂറിന് ശേഷം എന്റെ അക്കൗണ്ട് ഹാക്കായി. അപ്പൊ അനുമോളാണ് ഹാക്ക് ചെയ്തതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതാണ് അതിന്റെ ഒരു സ്റ്റെപ്സ് ഉണ്ടായിരുന്നത്. അപ്പൊ ഹാക്ക് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് പാനിക് ആയി പോയി. കാരണം അത്രയും വലിയ ഒരു സെലിബ്രിറ്റിയെ നമ്മൾ ഇനിയും പറഞ്ഞിട്ടാണോ നമുക്ക് ഇങ്ങനൊരു ഇത് വന്നത് എന്നൊക്കെയുള്ള പെട്ടെന്ന് നമുക്ക് ഡാർക്ക് അടിച്ചു എന്ന് പറയുന്നില്ല. പെട്ടെന്നൊരു ഡാർക്ക് ആയി പോയി. അനുമോളാണോ ഇത് ചെയ്തത്, അനുമോളുടെ PR ടീം ആണോ ഇത് ചെയ്തതെന്നൊക്കെയുള്ള പെട്ടെന്ന് നമുക്ക് ചിന്തിച്ചിട്ട്. കാരണം ഞങ്ങൾ 2 ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ വീട്ടിലുള്ളപ്പോൾ മിക്കപ്പോഴും പുള്ളിക്കാരി വർക്കിങ്ങിലായിരിക്കും. അല്ലെ പുള്ളിക്കാരി വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഞാൻ വീട്ടിലേക്ക് എത്തത്തുള്ളൂ. അപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് പാനിക് ആയി പോയി. അത് കാരണം തന്നെ ഒരുപാട് വീഡിയോസിലോട്ട് എനിക്ക് വരേണ്ടി വന്നു. കാരണം അതാരാണ് ചെയ്തതെന്നൊന്നും എനിക്കറിയാൻ പാടുകയല്ല. പക്ഷെ അങ്ങനെ മനഃപൂർവ്വം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെമ്മാടിത്തരം തന്നെ. മനസ്സിലായില്ലേ? മണ്ടത്തരമാണെങ്കിലും വൃത്തികേടാണെങ്കിലും ഈ നാടിനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ആണുങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് കാഴ്ചപ്പാടാണ് അവൻ്റെയെങ്കിലും
അവനും ഈ നാട്ടിൽ ജീവിക്കുന്നതാ, അവനും പറയട്ടെ. നാട്ടുകാർ നിനക്ക് തന്തയ്ക്ക് വിളിക്കും, അത്രേ ഉള്ളൂ. പിടി കിട്ടിയോ? അപ്പൊ പിന്നെ കൂടെ ഭാര്യയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇങ്ങനെ വിശദീകരിക്കേണ്ട വരും. അതായിക്കോ. ചാനൽ അല്ല, സോറി, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ അനുമോളൊക്കെ അങ്ങനെ ചെയ്യുമോ എനിക്കറിയത്തില്ല. സീരിയസ്ലി എനിക്കറിയില്ല അത് ആരാ, എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ. പ്രത്യേകിച്ച് അനുമോള് പേഴ്സണലി മെസ്സേജും ഇട്ടു. അറിയില്ല, മനുഷ്യന്മാർക്കൊക്കെ ഒരുപാട് ബുദ്ധി കൂടിയതാണല്ലോ ഈ നാട്ടിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല. അപ്പം ഡാർക്ക് അടിച്ചല്ലേ നിനക്ക് ഡാർക്ക് അടിക്കണോടാ. നീ അനുമോളോട് മാത്രമല്ല തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ എടുത്തു വെച്ച് ചെയ്തത് അനുമോളിലുള്ള തെറ്റാണെങ്കിലും നിന്റെ വായിൽ നിന്ന് വീഴുന്ന സാധനം ഉണ്ടല്ലോ, മറ്റേ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള, എൻ്റെ പൊന്നു മോനെ, അല്ലെങ്കിൽ തന്നെ ഈ നാട്ടില് വയ്യ. പിടികിട്ടിയോ? ബസ്സിൽ പോലും കയറാൻ പറ്റത്തില്ല, പോയി അടുത്തിരിക്കാൻ തന്നെ പേടി, ഇങ്ങനെ മാറിയിരിക്കണം. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അപ്പോഴേ തൂക്കിക്കൊണ്ട് പോകും, വേറെ തെളിവൊന്നും വേണ്ട. ആ അവസ്ഥയാണ് നിന്നെ പോലുള്ള ആൾക്കാരുടെ ഈ ഉദ്ധാരണം കൊണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് കാലും വെച്ച് കഴിഞ്ഞാൽ എല്ലാം കാണുമെന്ന് അവൻ്റെ ബാക്കി. എനിക്ക് പറയാനുള്ളത് പറയണമല്ലോ. അപ്പൊ അങ്ങനെ വീഡിയോസ് ഇടുന്നതാണ്, അല്ലാണ്ട് അതൊരിക്കലും റീച്ച് എത്താനോ നമ്മൾ പൈസക്ക് വേണ്ടിയിട്ടോ അല്ല. പിന്നെ അതിന്റെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ കുറെ മണിക്കൂറുകളത്തേക്ക് നമ്മൾ ആ ദിവസം അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേന്ന് ഉച്ചയ്ക്കാണ് ശരിയൊരു റിയാക്ഷൻ വീഡിയോ ഇടാം എന്നുള്ള രീതിയിൽ പിന്നെ ഇട്ടത്. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്കായി. അപ്പൊ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ആയെന്ന് പറയുമ്പോൾ അതിന്റെ അണ്ടറിൽ ഒരുപാട് കമന്റ്സിന്റെ ഫ്ലഡിങ് ഉണ്ടായി. അപ്പൊ ഇന്നലെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറയുന്നത് എന്താണ്, നമ്മുടെ ജോലിയെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ്. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അനുമോളുമായിട്ട് ബന്ധപ്പെട്ട ഈ വിവാദത്തിൽ എന്തിനാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞതെന്നും. കാരണം ഈ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ആയെന്ന് പറഞ്ഞിട്ട് ഇടുമ്പോഴത്തേക്കും ആൾക്കാർ വന്ന് അതിനകത്ത് കമന്റ് ഇടുന്നത് അനുമോളുടെ ഉൾപ്പെടെയുള്ള നന്നായി പോയി എന്നൊക്കെയുള്ള രീതിയിൽ അതൊക്കെ ഇത് തന്നെ വേണം. അത് ഒരിക്കലും ഒരാൾക്കൊരു ദുർഗതി വരുന്നത് നല്ലതാണെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഇപ്പൊ ആരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുന്നത് നല്ല കാര്യമല്ല. കാരണം നമ്മുടെ ഡേറ്റാസ് ഉണ്ട്, പേഴ്സണൽ ഇൻഫർമേഷൻ ഉണ്ട്, ഇമെയിൽ അഡ്രസ് ഉണ്ട്, മൊബൈൽ നമ്പർ ഉണ്ട്. അപ്പൊ കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒരു ഹാക്കിങ് നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ ഒരു പേഴ്സണൽ ഒരു പ്രൈവസി മോഷണം നടക്കുന്നു. അത് തന്നെ, ഒരു വീട്ടിൽ ഒരാൾ മോഷണം ചെയ്താൽ നമ്മുടെ ശത്രുവിന്റെ വീട്ടിലൊരു മോഷണം നടന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ആളിനോടുള്ള ദേഷ്യം കൊണ്ട് അത് നല്ലതായി പോയി എന്ന് പറയുന്നത് അതേപോലെ ഒരു കാര്യമാണ് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്. ഇപ്പൊ സ്റ്റിൽ നമുക്ക് ഈ അക്കൗണ്ട് റിവൈവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നു നാളെ എന്തെങ്കിലും സംഭവിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പറയുന്ന നമ്മൾ സൈബർ ക്രൈമിലും അതുപോലെ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. നാളെ ഒരു റിസൾട്ട് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇന്നലത്തെ ആ വീഡിയോ ഇപ്പൊ ഞങ്ങളുടെ ജോലിയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ മെൻഷൻ ചെയ്തിട്ട വീഡിയോയുടെ കാരണം അനുമോൾ ഉൾപ്പെടെ ഉള്ളവർ വന്ന് പറഞ്ഞത് ജോലിക്ക് പോകൂളേ, അല്ലെങ്കിൽ ജോലിക്ക് പോകൂ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, പണിയെടുത്ത് ജീവിക്കൂ, വീഡിയോ മേക്ക് ചെയ്ത് ജീവിക്കാതെ എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് ആ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ വീഡിയോ മേക്ക് ചെയ്തല്ല നമ്മൾ മണി അല്ലെങ്കിൽ ഇതിനകത്ത് മോണിറ്റൈസ് ആയ ചാനലാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ഇതിനകത്ത് നിന്നുള്ള ഒരു മോണിറ്ററി ബെനിഫിറ്റ് കൊണ്ടല്ല നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് നമ്മൾ ഇന്നലത്തെ ആ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് പാട്രിയാർക്കിക്ക് അഗൻസ്റ്റ് ആയിട്ട്, ടോക്സിസിറ്റിക്ക്, മസ്കുലൈനിറ്റിക്ക് അഗൻസ്റ്റ് ആയിട്ട്, അതുപോലെ നന്നായി ഫെമിനിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിങ്ക് കൾച്ചറിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഓൾറെഡി അറിയാമായിരിക്കും. അപ്പൊ അതിനെ ഊന്നി പറയുക, കുറച്ച് പേർക്കെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് അല്ലെ, നമുക്ക് സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. പണ്ട് ലക്ഷ്മിപ്രിയെ കുറെ കളിയാക്കി, അതിന് ലക്ഷ്മിപ്രിയ അങ്ങനെ ആക്കി വിട്ടു, ലക്ഷ്മിപ്രിയ അതിനെതിരെ പ്രതികരിച്ച് വിട്ട ടീമാണെന്നൊക്കെ. അത് അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ലക്ഷ്മിപ്രിയ ബിഗ് ബോസിലൂടെ കാണിച്ചതെന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു പുരാതനമായിട്ടുള്ള ഒരു കുലസ്ത്രീ തരം അല്ലെങ്കിൽ പാട്രിയാർക്കിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് രീതികളൊക്കെ ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് ഞങ്ങൾ അന്ന് ആക്ട് ചെയ്തിട്ട്. അപ്പൊ വെറുതെ ഒരു ഫണ്ണല്ല. പറയുന്നു ലക്ഷ്മിപ്രിയ സ്പൂഫ് കണ്ടിട്ടാണ് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തത്, ഇപ്പോ അനുമോളുടെ കാര്യം കാണുമ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷെ അതിലൊരു വൈരുദ്ധ്യം ഉള്ളതെന്ന് വെച്ചാൽ ലക്ഷ്മിപ്രിയയും നമ്മൾ സ്പൂഫിലൂടെ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്. അവര് പറയുന്ന ടോക്സിസിറ്റിയെ അവരുടെ മൈൻഡിലെ എന്റെ ലക്ഷ്മിപ്രിയ ചേച്ചിയെ നിങ്ങൾ എടുത്ത് വറുത്തിട്ടുണ്ടല്ലേ. അല്ല, അതിലെനിക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ചേച്ചിയുടെ കയ്യിരിപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഓക്കെ, നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കുന്നു, ഞാൻ മനസ്സിലാക്കാം. പക്ഷെ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ടോക്സിസിറ്റിക്കെതിരെ സംസാരിക്കുന്നു, നിങ്ങൾ പാട്രിയാർക്കൽ വാട്ടെവർ ഐക്കോ ഫെമിനിസം എല്ലാം നിങ്ങൾ പറയുന്നു. പക്ഷെ ഇത്രയും നോളജബിൾ ആയിട്ടുള്ള, ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്ന, സമൂഹത്തിൽ നല്ലത് മാത്രം നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ ഒരു ഫോട്ടോയിൽ ഒരു വ്യക്തി നടുക്കിരിക്കുമ്പോൾ കാലിൻ്റെ മേൽ കാല് കയറ്റി വെച്ചതിന് ഇത്രയും വലിയ അങ്ങോട്ട് രോക്ഷാകുലരാവേണ്ട കാര്യം എന്താ? അതാ എനിക്ക് മനസ്സിലാവാത്തത്.
അതൊക്കെ മാറ്റണമെന്നൊക്കെ പറയുന്നത് എവിടുത്തെ എൻ്റെ പൊന്നി ചേട്ടാ, ഉള്ള കാര്യം പറയാം. ഞാൻ നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞു. ആയിക്കോട്ടെ, ഇവിടെ വേർതിരിവൊന്നും വേണ്ട, നിങ്ങളെടുത്ത് സ്ത്രീകളെ പൊക്കുകയും ചെയ്തു. പക്ഷെ അതിലൂടെ ഒരു പരിധിയിൽ കൂടുതലായി മതി. ഇനി അത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ നാട്ടിൽ ആകെ കുറച്ച് സ്വാതന്ത്ര്യം ഉള്ളൂ ഇപ്പോൾ പുരുഷന്മാർക്ക്. അതും കൂടെ ഇല്ലാതായി പോവും. ഒന്ന് കാലിൻ്റെ മേൽ കാല് കയറ്റി വെക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എനിക്ക് ഇവരുടെ എല്ലാ കാര്യത്തോടും, പിന്നെ ലക്ഷ്മിപ്രിയ ചേച്ചിയെ അതൊക്കെ നോക്കി മതി. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല എൻ്റെ ലക്ഷ്മിപ്രിയ ചേച്ചിയെ കുറ്റം പറയുന്നത്. ചേച്ചി പറഞ്ഞോളൊക്കെ ഇപ്പൊ കുറച്ചായിട്ട് കാണുന്നില്ലല്ലോ. എവിടെ? അന്ന് മറ്റേ എല്ലാം കേട്ടിറങ്ങി ഓടിയതാന്ന് തോന്നുന്നു, പിന്നെ കണ്ടിട്ടില്ലല്ലേ. അപ്പൊ എന്താണെങ്കിലും ഇതുപോലുള്ള ഉദ്ധരിക്കൽ ചേട്ടന്മാരോടാണ് നിർത്തുക. നാട്ടുകാരുടെ വായിരുന്ന തെറി മാത്രമേ കേൾക്കത്തുള്ളൂ. പിന്നെ നല്ല രീതിയിൽ ചിലപ്പോൾ ഹാക്ക് ആയതൊന്നും എനിക്കറിയത്തില്ല. പിന്നെ നിങ്ങൾ എവിടെയും കൊണ്ട് കംപ്ലൈന്റ് ഒന്നും കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. അതൊക്കെ വെറുതെ, അതൊന്നും ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഹ്യൂജ് റിപ്പോർട്ട് കിട്ടിക്കാണും നിങ്ങൾക്ക്. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ കിട്ടിയാലും പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ഹ്യൂജ് റിപ്പോർട്ട് കിട്ടിക്കാണും. കാരണം കമന്റ് ബോക്സ് അത്രയ്ക്കും സൂപ്പറായിരുന്നു നിങ്ങളുടെ. ചിലപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പണി കിട്ടിയതാണോ നമുക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് പറഞ്ഞതാണ്. നമുക്കൊക്കെ യൂട്യൂബിലാണെങ്കിലും ശരി, ഇൻസ്റ്റയിലാണെങ്കിലും ശരി, ചില സാധനങ്ങൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വന്ന് റിപ്പോർട്ട് അടിക്കും. ചുമ്മാ ദുരാന്നും പറഞ്ഞ്. അയ്യോ, പിന്നെ എത്ര നാളെടുക്കുമെന്നറിയോ ആ ചാനൽ തിരിച്ചൊന്ന് കയറി വരാൻ. അത് സത്യം പറഞ്ഞാൽ ഞാൻ അതിനോട് യോജിക്കത്തില്ല കേട്ടോ. അത് വെറും മോശം പരിപാടിയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇട്ടിട്ട് പോവുക, അത്രേ ഉള്ളൂ. എന്താ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അല്ല, ഇപ്പം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ട്. ഞാൻ പറയുന്ന എല്ലാം അതുപോലെ നിങ്ങൾക്ക് ഉൾക്കൊള്ളണമെന്നുണ്ടോ? അങ്ങനെ ഉൾക്കൊണ്ടാൽ തീർന്നില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടും ഇല്ലേ? ഇത്രേ ഉള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. ഫോട്ടോയൊക്കെ അവരുടെ കുടുംബം, അവർ കാലുമേ കാല് വെച്ചിട്ടോ കാലെടുത്ത് തലയെ വെച്ചിട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിക്കോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.